ഹായ് ഗായ്സ്, ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണേ. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന നല്ല രുചികരമായിട്ടുള്ള നാടൻ അങ്കമാലി മാങ്ങക്കറിയാണ്. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ മാങ്ങക്കറിക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് പുളി കുറഞ്ഞ മാങ്ങയാണ്. അതിലോട്ട് 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ 3-4 മുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും, മാങ്ങക്കറിക്ക് ആവശ്യമായ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ നന്നായിട്ട് കഴുകി അതിനെ ചെറു കഷ്ണങ്ങളാക്കി അതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഉപ്പും ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നിങ്ങൾ ഒത്തിരി പുളിയുള്ള മാങ്ങ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊന്ന് ചെറു ചൂടുവെള്ളത്തിലിടുമ്പോൾ അതിന്റെ പുളി ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. ഇന്ന് നമ്മള് മാങ്ങക്കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂട്ടാനായിട്ട് സാധിക്കും. അതിനായി നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവയെല്ലാം ചേർത്ത് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ കൈ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവരും കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മാങ്ങക്കറിക്ക് ആവശ്യമായിട്ട് എടുത്തേക്കുന്ന ഒരു മീഡിയം സൈസ് തേങ്ങയാണ്. അപ്പൊ നമ്മൾ തേങ്ങ പിഴിഞ്ഞ് അതിന്റെ പാലെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്റ്റേജിലോട്ട് അതിന്റെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2ാം പാൽ കൂടെ ചേർത്തിട്ട് അതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടുപ്പത്ത് വെക്കാൻ കേട്ടോ. ഇനി ഏകദേശം ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പൊ ഏകദേശം 25-30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാങ്ങക്കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. നമ്മുടെ മാങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1ാം പാല്, അതായത് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തലപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ അധികം തിളയ്ക്കാതെ ശ്രദ്ധിക്കുക. അധികം തിളച്ച വിനാഗിരി ഉള്ളതുകൊണ്ട് തന്നെ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അധികം തിളയ്ക്കാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജായ കടുക് പൊട്ടിക്കലാണ് കേട്ടോ. അതിനായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുക്, 3-4 ചെറിയുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, 4-5 വറ്റൽമുളക് എന്നിവ ചേർത്ത് നല്ല രീതിയിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കടുക് പൊട്ടിച്ചതിനെ നമ്മൾ മാങ്ങക്കറിയിലോട്ട് ഇടാം കേട്ടോ. മാങ്ങക്കറിയിലോട്ട് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന്റെ വെളിച്ചെണ്ണ